ക്രിസ്തുയേശുവിന്റെ വലിയ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും വന്ദനം അറിയിക്കുകയാണ്. വിശേഷാൽ BMCCയുടെ ഈ വർഷത്തെ അധ്യക്ഷനായിരിക്കുന്ന ദേവദാസൻ ഈ ഐലൻഡിൽ വിവിധ സഭകളിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠമായ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദേവദാസന്മാർ, എല്ലാ കുഞ്ഞുങ്ങൾക്കും സഹോദരന്മാർ സഹോദരിമാർ ഏവരെയും കർത്താവ് ഒരുമിച്ച് കൂട്ടി വരുത്തി നാം ഈ ആലയത്തിൽ BMCCയുടെ മീറ്റിങ്ങിന് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആരംഭം മുതൽ കർത്താവിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നു. സങ്കീർത്തന വായനയിൽ കൂടെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ പങ്കിടുവാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് ബലപ്പെടുത്തി. നാം പ്രാർത്ഥിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഗാനം നാം കേട്ടു. അത് കഴിഞ്ഞിട്ട് JV പീറ്ററിൻ്റെ ഒരു എന്താ പറയുന്ന ജീവചരിത്രം, അത് തീർച്ചയായിട്ടും നമ്മെ ഒരു ദൈവദാസനെ എപ്രകാരം ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ മിഷണറിമാരായിട്ടൊക്കെ മലയാളികൾ എല്ലാ സ്റ്റേറ്റുകളിലും പോയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അയൽ സംസ്ഥാനമായിരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ ഒരു മിഷണറിയായി കടന്നു വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമുക്കെല്ലാം അറിയാം, ക്രൈസ്തവ ഗാനങ്ങൾ അത് ആലപിക്കുവാനും അതിൻ്റെ കാസറ്റുകളൊക്കെ ഇറക്കുവാനും ഒക്കെ വളരെ ചിലവേറിയ ഒരു സമയത്താണ് അദ്ദേഹം അതിനൊക്കെ കാൽവെച്ച് മുൻപോട്ട് പോയി. ആ കാലയളവിലൊക്കെ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗാനശുശ്രൂഷയിൽ കൂടെ അനേകർ അനുഗ്രഹിക്കപ്പെട്ടു. കർത്താവിൻ്റെ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. പാടുക മാത്രമല്ല, നാം എല്ലാവരും പാടി ആസ്വദിക്കുന്ന, ആരാധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ഇന്നും നമുക്കെല്ലാവർക്കും അനുഗ്രഹമാണ്. നാം അത് ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് നന്ദി സ്തോത്രം. നമുക്കിന്ന് അല്പസമയത്തെ വചനധ്യാനത്തിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാശിപ്പിച്ചു തന്ന വചനഭാഗം 18-ാം സങ്കീർത്തനം 28 മുതൽ 30 വരെയുള്ള വചനഭാഗം. Psalms number 18 and verses 28 to 30. നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ദൈവത്തിന്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഈ വചനത്തിൽ കൂടെ ഇന്ന് അല്പസമയം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പ്രകാശിപ്പിച്ചു തന്ന വചനം പറയുവാൻ തക്കോണം കർത്താവിനെ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് വളരെ നന്ദി. ഈ വർഷവും എനിക്കിവിടെ ആയിരിക്കാൻ തക്കോണം കർത്താവ് കൃപ ചെയ്തു. അവിടെ തന്നെ ഓരോ ദിവസവും നടത്തിക്കൊണ്ട് ഇരിക്കുന്നു. കർത്താവ് നമുക്കെല്ലാവർക്കും നല്ലവനാണ്. നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചു. ഈ പുതിയ വർഷം ഇനി എങ്ങനെ നമ്മൾ ആരംഭിച്ചത് എങ്ങനെയാണ്, ഇനി അവസാനിക്കുന്നത് എവിടെ ചെന്നായിരിക്കും എന്നുള്ള ആശങ്കയൊക്കെ എല്ലാവർക്കും ഉണ്ട്. ലോകത്തിലെല്ലാവർക്കും ഉണ്ട്. ദൈവമക്കളാണെന്ന് പറയുന്നവർക്കും അതൊക്കെ കുറേശ്ശെ ഉണ്ട്. ആ സമയത്താണ് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ലഭിക്കുന്നതായ ആശ്വാസത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, പ്രത്യാശയുടെ വാക്കുകൾ. നമ്മൾ ഈ സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്. എന്നാൽ അത്
രചിക്കുവാനുണ്ടായ പശ്ചാത്തലം, അത് ഏത് പീരീഡിലാണ്, ഏത് സമയത്താണ് അദ്ദേഹം അത് രചിച്ചത് എന്നുള്ളത് അതിൻ്റെ പശ്ചാത്തലം ഇവിടെ പറയുന്ന സന്ദർഭത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. സംഗീത പ്രമാണിക്ക് യഹോവയുടെ ദാസനായ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. യഹോവ അവനെ സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീതവാക്യങ്ങളെ യഹോവയ്ക്ക് പാടി. അപ്പം ഈ സങ്കീർത്തനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ഇതിന്റെ പശ്ചാത്തലം തീർച്ചയായിട്ടും തന്റെ ജീവിതത്തിന്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആ സമയത്താണ് ദാവീദ് ഈ സങ്കീർത്തനം രചിക്കുന്നത്. ദാവീദിന്റെ ജീവിതത്തിൽ ഉളവായ അമിതമായ ഒരു ആഹ്ലാദം, അത് മാത്രമല്ല ഒരു സംതൃപ്തി, നമ്മൾ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയുന്ന ഒരു കാര്യമാണ്. ഇതിൽ കൂടെ രചിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തനമാണ് 18-ാം സങ്കീർത്തനം. ഇപ്പൊ ജീവിതത്തിൽ നമുക്കറിയാം, പതിറ്റാണ്ടുകൾ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് ഇപ്പൊ ഇത് രചിക്കുന്ന സന്ദർഭത്തിൽ ആ യുദ്ധമെല്ലാം അവസാനിച്ചു. ഇപ്പോൾ ശത്രുക്കളെ എല്ലാം തനിക്ക് കീഴടക്കി കിട്ടി. അതുമാത്രമല്ല, യഹോവയുടെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, അത് യഹോവയുടെ ദാസനായ ദാവീദ്, ഇവിടെ യഹോവയുടെ ദാസൻ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ സങ്കീർത്തനങ്ങളിൽ എന്റെ പശ്ചാത്തലം പറയുന്ന ഒരു കുറച്ച് ദൈർഘ്യമുള്ളതായ ഒരു ഭാഗമാണ്. എപ്പോഴാണ്, എന്താണ്, ആരാണ് എന്നൊക്കെ പറയുന്നത്. ഇത്രയും ദൈർഘ്യമുള്ള പശ്ചാത്തലം പറഞ്ഞിരിക്കുന്ന മറ്റൊരു സങ്കീർത്തനം 60-ാം സങ്കീർത്തനം. അതൊരു 2-3 വാക്കുകൾ കൂടെ കൂടുതലുണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ ആ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, താനത് യഹോവയ്ക്ക് പാടി എന്ന് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നു. ഈ യുദ്ധമൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരു വിശ്രമം തനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ശത്രുവിനെ ഒക്കെ കീഴടക്കി എന്ന് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. അപ്പൊ ഇത് പാട്ട് ഒരു ദൈർഘ്യമുള്ള പാട്ടാണ്. നമ്മൾ ഈ വാക്യപ്രതിവാക്യമായി വായിച്ച് ആരാധനകളൊന്നും സാധാരണ വായിക്കാത്ത ഒരു സങ്കീർത്തനം. ഇത് ദൈർഘ്യത്തിൽ ഇത് 3-ാം സ്ഥാനത്തെത്തും. 119, പിന്നെ 78, അത് കഴിഞ്ഞിട്ട് ഈ 18-ാം സങ്കീർത്തനം. നമുക്ക് 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം വായിക്കുമ്പോൾ ഇതൊരു ചരിത്രമാണ്, ദാവീദിന്റെ ജീവിതത്തിന്റെ ഒരു ചരിത്ര ഭാഗമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കുന്നത്. 22-ാം അധ്യായം, 2 ശമൂവേൽ 22-ാം അധ്യായം ഇതേ കണ്ടന്റാണ്. അതിന്റെ 1-ാം വാക്യം മാത്രം നമുക്ക് അതിൽ വായിക്കുവാൻ തക്കോണം സാധിക്കുന്നു. അപ്പൊ ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുന്നതായ സന്ദർഭത്തിൽ ഇത് അതിശ്രേഷ്ഠമായ നിലയിൽ ദാവീദിന്റെ ജീവിതത്തെ, തനിക്ക് ഉണ്ടായ ദൈവത്താൽ തനിക്ക് ലഭിച്ചതായ അനുഗ്രഹത്തിന്റെയും തനിക്ക് ശത്രുക്കളെ കീഴടക്കുവാൻ സഹായിച്ച ദൈവത്തിന്റെ കരത്താൽ ലഭിച്ചതായ സഹായങ്ങളും ഇവയെല്ലാം വിവരിച്ച് അവിടെ പറയുന്നുണ്ട് ഈ സങ്കീർത്തനത്തിൽ. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായി താൻ ഇത് അവസാനിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. 50-ാം വാക്യം നാം വായിക്കുന്ന സന്ദർഭത്തിൽ അവൻ തന്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു, തന്റെ അഭിഷേകത്തിന് ദയ കാണിക്കുന്നു, ദാവീദിനും അവന്റെ സന്തതിക്കും എന്നേക്കും തന്നെ. ദാവീദിനും അവന്റെ സന്തതിക്കും
എന്ന് പറയുമ്പോൾ സന്തതികളല്ല, പ്രത്യേക ഒരു സന്തതിയുണ്ട്. ആ സന്തതിക്കും വലിയൊരു വിജയം പറഞ്ഞുകൊണ്ടാണ് ദാവീദ് ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. അതാരാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇനി ഇരുന്ന് വാഴുവാനിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച് പറഞ്ഞ് ആ സങ്കീർത്തനം അവസാനിപ്പിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിന്റെ ശ്രേഷ്ഠത അതിമഹത്വമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമുക്കത് ഈ സങ്കീർത്തനങ്ങളിൽ പലതിലും നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുവാൻ കാണുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പഠിക്കുമ്പോൾ അതെല്ലാം നമുക്കറിയാം. 2-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിൽ പ്രത്യേക അവിടെ എടുത്തു പറയുന്ന ഈ ദാവീദിന്റെ സന്തതിയായ ഒരു രാജാവിനെ കുറിച്ച് പറയുന്നു. ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. 2-ാം സങ്കീർത്തനം മുഴുവനും നമുക്ക് കർത്താവിന്റെ വാഴ്ചയെ കുറിച്ചൊക്കെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ദൈവമക്കളെ, നമുക്കിന്ന് അല്പസമയം നാം ഈ സങ്കീർത്തനത്തിലേക്കും വിശിഷ്യ ഈ വർഷം നമ്മൾ ആരംഭിച്ച് മുൻപോട്ട് പോവുകയാണ്. നമ്മൾ പൊതുവിൽ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ദാവീദ് രാജാവായി എന്നുള്ളത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു രാജാവാണ്, അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദ് രാജാവ്. എന്നാൽ ശൗല് 40 വർഷം, നീണ്ട വർഷങ്ങൾ, ശൗലിന്റെ ആ നീണ്ട ഭരണം ഒരു അന്ധകാരം നിറഞ്ഞതായിരുന്നു. ജനം ഒരു രാജാവിനെ ചോദിച്ചു. ഹോശയ്യ പ്രവചനം 13-ാം അധ്യായത്തിൽ അതിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ നാം വായിക്കുന്ന സന്ദർഭത്തിൽ അവിടെ പ്രവാചകനിൽ കൂടെ ഒരു കാര്യം ദൈവം പറയുന്നുണ്ട്. ഹോശയ്യ 13-ന്റെ നിന്റെ എല്ലാ പട്ടണങ്ങളിലും നിന്നെ രക്ഷിക്കാവുന്ന നിന്റെ രാജാവ് ഇപ്പോൾ എവിടെ? എനിക്കൊരു രാജാവിനെയും പ്രഭുക്കന്മാരെയും തരണമെന്ന് നീ അപേക്ഷിച്ചിരിക്കുന്ന നിന്റെ ന്യായാധിപന്മാർ എവിടെ? എന്റെ കോപത്തിൽ ഞാൻ നിനക്കൊരു രാജാവിനെ തന്നു. എന്റെ കോപത്തിൽ ഞാൻ നിനക്കൊരു രാജാവിനെ തന്നു. എന്റെ ക്രോധത്തിൽ ഞാൻ അവനെ നീക്കി കളഞ്ഞു. എന്റെ ക്രോധത്തിൽ ഞാൻ അവനെ നീക്കി കളഞ്ഞു. അപ്പൊ ഈ കോപവും ക്രോധവും എന്തുവാ, അപ്പനും മോനുമാണ് അല്ലേ? കോപം മൂത്ത് വല്ലാതാകുമ്പോഴാണ് ഈ ക്രോധം വരുന്നത്. അപ്പൊ ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്തതായ ഒരു കാര്യമായിരുന്നു. കാരണം ദൈവം തന്നെ അവരുടെ രാജാവായി അവരെ നയിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവരെല്ലാവരും കൂടെ ആവശ്യപ്പെട്ടു, ഞങ്ങളെ സംരക്ഷിക്കുവാൻ തക്കുന്ന ഒരു രാജാവിനെ വേണം. അപ്പൊ ദൈവം ഹോശയ്യാവിൽ കൂടെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിന്നെ എല്ലാ പട്ടണങ്ങളിലും കാക്കുവാൻ തക്കവണ്ണം നീ അപേക്ഷിച്ച, നീ തെരഞ്ഞെടുത്ത നിന്റെ ആഗ്രഹപ്രകാരം എന്റെ കോപത്തിലാണ് ഞാൻ അത് നിനക്ക് തന്നത്. പക്ഷേ ഒടുവിൽ 40 വർഷം കഴിയുമ്പോൾ, അതിനു മുൻപ് തന്നെ ദൈവം അവരെ നീക്കിക്കളഞ്ഞു. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ദൈവം പറഞ്ഞ കാര്യം ഭാഗികമായിട്ടല്ല, മുഴുവനുമായിട്ട് അനുസരിക്കേണ്ടത് ആവശ്യമായി. ഭാഗികമായിട്ട് അനുസരിച്ച് വന്നിട്ട് അതെല്ലാം നിന്റെ ദൈവത്തിന് യാഗം കഴിക്കുവാൻ, അപ്പോഴും അവിടെ മുതൽ നിന്റെ ദൈവമാണ്. ശമൂവേലിനോട് പറയുമ്പോൾ നിന്റെ ദൈവം. അപ്പൊ ഇദ്ദേഹത്തിനും ദൈവവുമായിട്ട് ഇപ്പം വലിയ ബന്ധമില്ല എന്നുള്ള തരത്തിലുള്ള വാക്കുകളും ഭാഷണങ്ങളും അപ്പോൾ തന്നെ ദൈവം പറഞ്ഞു അവനെ നീക്കിയിരിക്കുന്നു. പക്ഷേ അവൻ 40 വർഷം ഭരിച്ചു. ആ ഭരണം ചരിത്രമെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല. അത് അന്ധകാരം നിറഞ്ഞതായിരുന്നു. ആ സമയം, ഈ കാലയളവിൽ ശൗലിനും മാനസാന്തരത്തിന് ദൈവം അനേക അവസരങ്ങൾ നൽകി, ഒത്തിരി അവസരം നൽകി.
പക്ഷെ അവൻ മാനസാന്തരപ്പെട്ടില്ല. ഒടുവിൽ അവനോട് ദൈവത്തിന്റെ ഇടപാടുകൾ നിർത്തി. പ്രവാചകന്മാരിൽ കൂടെ ഒന്നുമില്ല. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പിന്നെ വെളിച്ചപ്പാടന്മാരോടും അങ്ങനെയുള്ളതായ മന്ത്രവാദികളും അങ്ങനെയുള്ളതായ ആഭിചാരം ഇതൊക്കെ ആയിട്ട് ഒക്കെ അവൻ മാറ്റപ്പെടുകയും അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി അവന്റെ അന്ത്യം ആകുകയും ചെയ്യുന്നു. ഈ കാലയളവെന്ന് പറയുന്നത് ദൈവം വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ഇനി തന്റെ ഹൃദയപ്രകാരമുള്ളതായ താൻ തെരഞ്ഞെടുത്ത താൻ അഭിഷേകം ചെയ്യുന്ന ഒരു രാജാവിനെ ദൈവം തയ്യാറാക്കി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം. ആമേൻ. 40 വർഷം എടുത്തു അതിന്. അഭിഷക്തനായെങ്കിലും താൻ ബാലനാണ്. തനിക്ക് കുറെ കൂടെ കാര്യങ്ങളൊക്കെ ദൈവം അഭ്യസിപ്പിക്കുകയാണ്. ഈ സങ്കീർത്തനത്തിൽ പ്രത്യേകം പറയുന്നത് യുദ്ധത്തിന് എന്റെ കൈകളെ, പോരിന് എന്റെ കൈകൾക്ക് അഭ്യാസം നൽകി തന്ന ട്രെയിനിങ്. ഈ പട്ടാളം പരിശീലന ക്യാമ്പ് എന്നൊക്കെ പറയുന്നത് പട്ടാള പരിശീലനം. ദാവീദിന് ലഭിച്ചതായ ആ ട്രെയിനിങ് കർത്താവ് നേരിട്ട്, ദൈവം നേരിട്ട് നൽകി കൊടുക്കുകയാണ്. അവനെ ആ നിലയിൽ ദൈവം തയ്യാറാക്കി കൊണ്ടുവരുന്നു. ദൈവത്തിന് തന്റെ ദാസന്മാരെ തയ്യാറാക്കുവാൻ ചില സമയങ്ങളുണ്ട്. നമ്മൾ ജോസഫിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ, ജോസഫ് മിസ്രൈമിൽ പ്രൈം മിനിസ്റ്റർ ആകുന്നതിന് മുമ്പേ തന്റെ പിതാവിനോട് കൂടെ ആയിരുന്ന ആ അവസ്ഥ വിട്ട് അതിനെ മാറ്റി 13 വർഷം ജോസഫിനെ പല നിലയിൽ ട്രെയിനിങ് നടത്തി. ആ ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് ഒരുക്കിയെടുക്കുകയാണ്. ആ ഒരുക്കിയെടുക്കുന്നതിന്റെ മധ്യത്തിലാണ് എവിടെല്ലാം കൂടെ പോയി. പൊട്ടക്കിണറ്റിൽ കിടന്നു, അടിമയായി വിൽക്കപ്പെട്ടു, ആ കാരാഗ്രഹത്തിൽ കിടന്നു എന്ന് വേണ്ട. ഈ അവസ്ഥയിൽ കൂടെ എല്ലാം കടത്തി ഒടുവിൽ 13 വർഷം കഴിഞ്ഞപ്പോൾ അവൻ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവനെ പെട്ടെന്ന് ഉയർത്ത്, അതായത് കുണ്ടറയിൽ നിന്ന് സിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെട്ടതായ ആ ജോസഫിന്റെ ജീവിതത്തിൽ 13 വർഷം അങ്ങനെ ഒരുക്കത്തിന്റെ സമയമായി. നമ്മളും ഒരുക്കപ്പെടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര സുഖമായിരിക്കില്ല പലപ്പോഴും. ഹല്ലേലൂയ. എന്നാൽ ആ സന്ദർഭത്തിലും ദൈവത്തോട് മറുതലിക്കാതെ, ഒരു പരാതി പറയാതെ, അത് നമ്മെ തന്നെ അതിന് വിധേയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ നാം ഒടുവിൽ നല്ലൊരു യോദ്ധാവായിട്ടും പിൽക്കാലത്തായി തീരുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ മോശയെ കുറിച്ച് ചിന്തിക്കുന്ന ആ സന്ദർഭത്തിൽ മോശയെ ഒരുക്കുവാൻ ദൈവം 40 വർഷം പിന്നീടുള്ള 40 വർഷം തന്റെ ഹിതപ്രകാരം തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടെ നടത്തുവാൻ, അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവരുവാൻ മോശയ്ക്ക് 40 വർഷം ദൈവം ട്രെയിനിങ് കൊടുത്തു. ഒടുവിലാണ് യഹോവയുടെ പർവ്വതമായ ഹോരേബ് പർവ്വതത്തിൽ അവന് വിളി കേട്ട് അവൻ ഒരുക്കപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവനെ പിന്നെ ദൗത്യത്തിന് വേണ്ടി നിയോഗിക്കുന്നത് നമുക്ക് കാണാം. മോശയുടെ ജീവിതം അന്നേരം സുഖകരമായിരുന്നു. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം യോഗ്യതയുള്ള, എന്നാൽ നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് ഒരു വിശ്വാസത്താൽ ആ വിളിയൊന്നും അതൊക്കെ നിസ്സാരമായിട്ട് ഗണിച്ചുകൊണ്ട് അവൻ മിസ്രൈമിൽ നിന്ന് ഓടിപ്പോയി. ട്രെയിനിങ്ങിന്റെ ഓരോ പീരീഡുകളാണ്. ഹല്ലേലൂയ. 40 വർഷം എടുത്തു. മോശയ്ക്ക് ശേഷം യോശുവ നേതാവായി തീരുവാൻ തക്കവണ്ണം ഈ 40 വർഷം യോശുവയും ട്രെയിനിങ് ആണ്.
അവനൊരു നല്ല യോദ്ധാവായിരുന്നു, യൗവനക്കാരനായിരുന്നു. ആ 40 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷമാണ് യോശുവയും നമ്മുടെ പൗലോസ് അപ്പോസ്തലനെ നാം നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലനെ ട്രെയിനിങ് നടത്തുന്നുണ്ട്. എത്ര വർഷമാണ്? 3 വർഷം. തന്റെ വിളി കേട്ട് താൻ കർത്താവിനാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം തന്റെ സാക്ഷ്യമൊക്കെ ലേഖനത്തിലൊക്കെ പറയുന്നു. 3 വർഷം പൗലോസിനെ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ആ പാദപീഠത്തിൽ നിന്ന് ദൈവം അവന് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുന്നതായ സന്ദർഭത്തിൽ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ഒന്നും ജഡികമല്ല. പഴയ നിയമത്തിൽ മുഴുവനും തീർച്ചയായിട്ടും വാളും പരിചയും കുന്തവും നമുക്ക് പിന്നെ കവചവും വസ്തുക്കൾ ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെ നമുക്ക് ഒരു സർവായുധ വർഗം ദൈവത്തിന്റെ കർത്താവിന്റെ സർവായുധ വർഗം നൽകി തന്നിട്ടുണ്ട്. നമ്മുടെ പോരിന്റെ ആയുധം ഈ പറയുന്ന വാളൊന്നുമല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യനായിരുന്ന പൗലോസ് അപ്പോസ്തലൻ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ആ ട്രെയിനിങ് പ്രാപിച്ചു. കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ, ദൈവങ്ങളെ, നമ്മൾ ഇന്നും കർത്താവിന്റെ മേശ നടത്തുന്നതായ സന്ദർഭത്തിൽ കർത്താവ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് സുവിശേഷങ്ങളിൽ നമുക്ക് വായിക്കുവാൻ തക്കോണം സാധിക്കുന്നുവെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ മേശ നടത്തുമ്പോൾ ഇത് വായിക്കാതെ, കാരണം പൗലോസ് അപ്പോസ്തലൻ കർത്താവ് അത് നടത്തിയതായ സന്ദർഭത്തിൽ പൗലോസ് അപ്പോസ്തലൻ അവിടെ ഇല്ലായിരുന്നല്ലോ. എന്നാൽ അന്നേരം ദൃക്സാക്ഷികളായിരുന്ന അപ്പോസ്തലന്മാരെക്കാൾ ആധികാരികമായിട്ട് ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തെന്ന് എന്തെന്നാൽ, ഇന്ന് നമ്മളത് അപ്പൊ അങ്ങനെ 3 വർഷത്തെ ആ ട്രെയിനിങ് ആണ് നമുക്ക് കാണുന്നത്. ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്. പലപ്പോഴും അത് സുഖകരമായിരിക്കില്ല, നമ്മുടെ ഇഷ്ടപ്രകാരമായിരിക്കില്ല. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല ആ ട്രെയിനിങ് നമുക്ക് നൽകി തരുന്നത്. പല വിധത്തിലുമുള്ളതായ ഹാർഡ്ഷിപ്പ് അതിൽ കൂടെ ഒക്കെ കടന്നുപോയെങ്കിൽ മാത്രമേ കൊള്ളാകുന്നവനായി തികഞ്ഞു വരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തന്റെ മക്കളെ, പ്രത്യേകിച്ച് ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുന്ന എല്ലാവരെയും ദൈവത്തിന്റെ ഹിതപ്രകാരം അവൻ നമ്മെ ട്രെയിനിങ് നടത്തും. ആ ട്രെയിനിങ്ങിൽ അത് വലിയ പ്രയാസമായി പോയി, കഷ്ടമായി പോയി. എന്തിനാ ഇന്ന് ബൈബിൾ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ പലരും പാതി വഴി കിട്ടേച്ചു പോവുകയാണ്. എന്താണ്? അവർ ആഗ്രഹിച്ചതുപോലെ ബൈബിൾ കോളേജിന്റെ അന്തരീക്ഷമൊന്നും അത്ര സുഖകരമല്ല. എന്റെ മോനും ബൈബിൾ കോളേജിൽ പോയി, SABC-യിലാണ്. പക്ഷെ എന്താണ്, കൊതുകടിയാണെങ്കിൽ സഹിക്കാൻ വയ്യ, അക്കോമഡേഷൻ ആണെങ്കിൽ എല്ലാവർക്കും തൃപ്തികരമല്ല. അവിടെ ഫുഡ് അതുപോലെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ എപ്പോഴും കംപ്ലൈന്റ്. ചിലരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഹാർഡ്ഷിപ്പാണ്. അവിടെ ഞങ്ങളോടും ആ കോളേജിലും ഒരു കംപ്ലൈന്റും പറയാതെ 4 വർഷം പൂർത്തിയാക്കിയ ഒരു മകനാണ് എൻ്റെ മകൻ. അവനൊടുവിൽ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നതായ ഒരു സമയം, എൻ്റെ ഗ്രാജുവേഷന് ഞാൻ നിന്നപ്പോൾ അവനെ സ്റ്റുഡൻറ് ഓഫ് ദ ഇയർ എന്നുള്ള അവാർഡ് കിട്ടിയതായ സന്ദർഭത്തിലാണ്. അക്കാഡമിക് ട്രോഫി വേറെ ഉണ്ട്, അത് ഒന്നും അല്ല എന്നെ സന്തോഷിപ്പിച്ചത്.
കാരണം അത് ആ കോളേജിൽ തിരഞ്ഞെടുക്കണമെങ്കിൽ ഒത്തിരി കമ്മിറ്റികളുണ്ട്, ഒത്തിരി നിരീക്ഷണങ്ങളുണ്ട്. ആ ഹാർഡ്ഷിപ്പ് എന്ന് പറയുന്നത് ഗൾഫില് വളർന്നു വന്ന ഇപ്പോൾ അവൻ UP-യിലാണ്, ലക്നൌവില് കേന്ദ്രമാക്കിക്കൊണ്ട് ആ ഭാഗങ്ങളിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഗൾഫിൽ വളർന്ന ഒരു കുട്ടി ലക്നൗ പോലുള്ള UP-യിൽ അത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവൻ ആ ഒരു ട്രെയിനിങ് അവന് ലഭിച്ചിട്ടുണ്ട്. പഠന സമയത്ത് തന്നെയും അല്ലാതെയുള്ളതായ ഫീൽഡ് വർക്കിന്റെ സമയത്തും മറ്റാരും പോകാത്ത ഇടങ്ങളിലേക്കൊക്കെ അവൻ പോകും. ഈസ്റ്റ് ഇന്ത്യയിൽ പല ഭാഗങ്ങളില്, നേപ്പാളില് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് ഫീൽഡ് വർക്കിന് പോയി. അതിന്റെ ഫലമായിട്ടാണ് ഈ സമയത്ത് അവിടെ നിൽക്കുന്നത്. ദൈവമക്കളെ, ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നമുക്കൊരു ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് സന്തോഷപൂർവ്വം വെറുവെറുപ്പ് കൂടാതെ കർത്താവിന് വേണ്ടിയാണെന്ന് സഹിച്ചു നിൽക്കുന്നവരെയാണ് പിൽക്കാലത്ത് കൊള്ളാകുന്നവരായി തികഞ്ഞു വന്നതിന് ശേഷം പൂർണ്ണമായ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അവന്റെ ദൗത്യം നടത്തുന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവാണ് ആ 40 വർഷത്തിനുള്ളിൽ അവനെ ഒരുക്കിയെടുക്കുകയായി. അവനെ ഒരുക്കിയെടുക്കുന്ന ഒരു വലിയ യോദ്ധാവായി, വലിയൊരു യോദ്ധാവ്, ദയാലുവായ ഒരു ഭരണാധികാരി, പ്രജകളോട് അനുകമ്പാപൂർവം ഇടപെടുന്ന, ദൈവത്തിന്റെ ഹിതപ്രകാരം ഭരിക്കുന്ന ഒരു ദൈവപുരുഷൻ. അന്ധകാര സമയത്ത് ദൈവത്തിന്റെ കൃപ നൽകി ജീവനോടെ സൂക്ഷിച്ചു. അവന്റെ ജീവിതത്തിന്റെ ചില ഇരുളടഞ്ഞ ചില സന്ദർഭങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ചരിത്രം അറിയാവുന്നതുകൊണ്ട് ഞാൻ അത് വിടുകയാണ്. ആ ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. യോബിന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 5, 6 ഈ വാക്യങ്ങളിൽ ദുഷ്ടന്മാരുടെ വെളിച്ചം കെട്ടുപോകും, അവന്റെ അഗ്നിജ്വാല പ്രകാശിക്കുകയില്ല, അവന്റെ കൂടാരത്തിൽ വെളിച്ചം ഇരുട്ടുപോകും, അവന്റെ ദീപം കെട്ടുപോകും. അതുപോലെ തന്നെ സദൃശവാക്യം 13-9 വാക്യത്തിലും ഇതേ കാര്യം തന്നെ ശലോമോനും അവിടെ പറയുന്നു. നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു, ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക്, കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ തക്കോണം, നീ എന്റെ ദീപത്തെ കത്തിക്കും. ദാവീദ് ചില ഇരുളടഞ്ഞ സാഹചര്യത്തിൽ കൂടെ ഒക്കെ കടന്നു പോയെങ്കിലും അവിടെയൊക്കെ അവന്റെ ദീപം കത്തിച്ചത്, വെളിച്ചം കൊടുത്തത് അവനെ വിളിച്ച ദൈവമാണ്, അവനെ അഭിഷേകം ചെയ്ത കർത്താവാണ്. അലഞ്ഞു നടക്കുവാൻ തക്കോണമുള്ള ആ സമയത്തൊക്കെ നമുക്കറിയാം, സങ്കീർത്തനങ്ങൾ പലതും രചിച്ചത് അങ്ങനെയൊക്കെ ഉള്ളതായ പല സന്ദർഭങ്ങളിലാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ സങ്കീർത്തനം ആഹ്ലാദത്തിലും സംതൃപ്തിയിലും ആണ് ഈ സങ്കീർത്തനം താൻ രചിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നതായ സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് 1-ാം വാക്യം, എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാട്ട് തുടങ്ങുന്നത്. ദൈവത്തെ അത് മാത്രമല്ല, ആദ്യമേ പറയുന്നു, എനിക്ക് എന്തെങ്കിലും ബലമുണ്ടെങ്കിൽ ഈ ശത്രുവിനോടൊക്കെ എതിർക്കുവാൻ തക്കവണ്ണം പിന്നീട് വിവരിക്കുന്ന തന്റെ അനുഭവ സാക്ഷ്യങ്ങളും പിന്നെ യഹോവ തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും
ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്ന് അത് കൺക്ലൂഡ് ചെയ്യുന്ന വിഷയം കൂടെ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ചേർക്കുന്നതായ സന്ദർഭത്തിലാണ് ദൈവം വിളിച്ച തന്റെ ദാസന്മാരെ എങ്ങനെ പരിപാലിക്കുന്നു, എങ്ങനെ സജ്ജമാക്കി തീർക്കുന്നു. നമുക്ക് ശത്രുക്കളുണ്ട്, ഹല്ലേലൂയ, എന്നാൽ പതറണ്ട, പേടിക്കണ്ട. യഹോവ നമുക്ക് മുമ്പായി നടക്കുന്നുണ്ട്. അവനാണ് നമ്മെ വിളിച്ചത്. ആ വിളിച്ച ദൈവത്തോട് അവിശ്വസ്തത കാണിക്കാതെ ദൈവത്തെ സ്നേഹിക്കണം. പലർക്കും ദൈവം നമുക്ക് നൽകിയതായ ആ നന്മയെയോ നമ്മെ വിടുവിച്ച വിടുതലിനെയോ അതൊക്കെ അനുഭവിക്കുകയല്ലാതെ കർത്താവിനെ തിരിച്ച് സ്നേഹിക്കുവാൻ തക്കവണ്ണം കഴിയാത്ത അനുഭവം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, യൂദ താന് പലപ്പോഴും ശിഷ്യന്മാർ അപകടത്തിലൊക്കെ പെട്ടിട്ടുണ്ട് പല കാര്യത്തിൽ. ആ സമയത്തെല്ലാം കർത്താവ് അവർക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അവരുടെ പ്രോബ്ലംസ് എല്ലാം അത് പരിഹരിച്ചു കൊടുത്തു. പടകിൽ അക്കരയ്ക്ക് പോകുവാൻ പറഞ്ഞ സന്ദർഭത്തിൽ പടക് മുങ്ങിപ്പോകുമാറുള്ളതായ പ്രതികൂല കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ആ 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് പടകിൽ കയറിയ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അവരെ രക്ഷിച്ചതായ ആ രക്ഷണ്യ പ്രവൃത്തി അവനും അനുഭവിച്ചതാണ്. എന്നാൽ തിരിച്ച് കർത്താവിനോട് നന്ദിയുള്ളവനായോ കർത്താവിനെ സ്നേഹിക്കുകയോ ചെയ്തില്ല. അവന്റെ സ്നേഹം മുഴുവനും പണത്തിലായിരുന്നു. ട്രഷറായിരുന്നല്ലോ അവൻ. കൂടെ കൂടെ പണ സഞ്ചിയിൽ കൈയിടുവെന്നും നമ്മൾ വായിക്കുന്നു, അല്ലേ? ആ യൂദായിക്ക് അവന്റെ മാനസിക സ്ഥിതി എങ്ങനെയോ അതുപോലെയുള്ള സ്ഥിതി നമുക്ക് പലരിലും കാണുവാൻ സാധിക്കും. എന്നാൽ ഇന്ന് നമുക്ക് ആത്മാർത്ഥമായി നമ്മോട് തന്നെ പറയുവാൻ, അല്ലെങ്കിൽ നമുക്ക് അതൊന്ന് ഉച്ചരിക്കുവാൻ തക്കോണം സാധിക്കും. നമുക്ക് മറ്റുള്ളവരോട് ഈ ചോദ്യം ചോദിക്കുവാനുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടോ? ഏത് ചോദ്യമാണ്? നീ കർത്താവിനെ സ്നേഹിക്കുന്നോ? നീ യേശുവിനെ സ്നേഹിക്കുന്നുവോ? നമുക്ക് ചോദിക്കുവാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല വലിയ ഒരു ചോദ്യമാണിത്. ഈ 2026 നാം വളരെ പ്രാഗൽഭ്യത്തോടെ ദൈവം അവസരം തരുന്ന ഇടങ്ങളിലൊക്കെ കടന്നുപോയി നീ കർത്താവിനെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച് ധൈര്യത്തോടുകൂടെ കർത്താവിന്റെ സുവിശേഷത്തിന് സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഇന്ന് ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് സമർപ്പിക്കാം. അതിനു മുമ്പായി നമ്മോട് തന്നെ നല്ല മനസ്സാക്ഷി നമുക്കുണ്ടെങ്കിൽ ആ യൂദയെ പോലെ പലതും നമ്മൾ പ്രാർത്ഥിച്ചു. പല അപകട സ്ഥാനങ്ങളിൽ നിന്ന് രോഗസൗഖ്യം, സാമ്പത്തികമായിട്ടുള്ള നന്മകൾ, ആവശ്യങ്ങൾ, ഇവയെല്ലാം പ്രാർത്ഥനയിൽ കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നു. എന്നാൽ അതിന് തക്കവണ്ണം നമുക്ക് കർത്താവിനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ. കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു തന്റെ ശിഷ്യന്മാർ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. നമുക്ക് യേശുവിന്റെ ഉപദേശം, അവന്റെ കൽപ്പനകൾ ഒക്കെ ഉണ്ട്. നമ്മൾ പൊതുവെ ചിന്തിക്കുന്നതായ സന്ദർഭത്തിൽ സ്നാനപ്പെടുന്നതാണ് ഏറ്റവും വലിയ കൽപ്പന, അതേ ഉള്ളൂ എന്നുള്ള നിലയിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കുകയോ നമ്മുടെ ജീവിതം അപ്രകാരം കൊണ്ടുപോവുകയോ ചെയ്യരുത്. നമുക്ക് പ്രമാണിക്കുവാൻ തക്കവണ്ണം കർത്താവ് നൽകിയ കൽപ്പനകൾ, ഉപദേശങ്ങൾ സുവിശേഷങ്ങളിലുണ്ട്. അപ്പോസ്തോലന്മാർ, അപ്പോസ്തോലിക ഉപദേശങ്ങൾ ലേഖനങ്ങളിൽ ഉടനീളം നമുക്കുണ്ട്. അവയെല്ലാം പാലിച്ചു വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും.
പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ പറയുന്ന കാര്യം എന്താണ്? കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവരും ശപിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് വരുന്നു. Praise God. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഹൃദയംഗമായി നമുക്ക് തൃപ്തി വരുന്നതായ ഒരു ആൻസർ ഇന്ന് രാത്രിയിൽ നമുക്ക് പറയുവാൻ തക്കവണ്ണം സാധിക്കുന്നുവെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇനി കർത്താവിനെ സ്നേഹിക്കാതെ സ്നേഹിക്കുന്നുള്ള പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവരെ കുറിച്ച് കർത്താവിന് അറിയാം. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് ശപിക്കപ്പെട്ടവൻ എന്ന് തന്നെയാണ്. പഴയ നിയമത്തിൽ അതുപോലെ പ്രവാചകനിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഉദാസീനതയോട് കർത്താവിന്റെ പ്രവൃത്തി ചെയ്തിരുന്നവൻ ശപിക്കപ്പെട്ടവൻ. അത് ഈ കുറഞ്ഞ് ഈ മയപ്പെടുത്തി പിന്നെ എണ്ണ തേച്ചൊന്നും ഉള്ള വാക്കുകളല്ല. അതിന് പകരം വേറെ വാക്കില്ല. നമ്മുടെ കർത്താവ് വരുന്നു, മാറാനാഥ കർത്താവ് എത്രയും വേണം മടങ്ങി വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ദൈവമക്കളെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മള് ഈ സങ്കീർത്തനം വായിച്ച് മനസ്സിലാക്കി കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണം അവൻ നമ്മെ തയ്യാറാക്കുന്ന ആ ട്രെയിനിങ് ഒക്കെ നന്നായി പരിശീലിച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ. രണ്ടാം വാക്യം വളരെ ശ്രദ്ധേയമാണ്. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയം എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവും ആകുന്നു. രണ്ടാം വാക്യം പറയുന്നത് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. എന്നിട്ട് അടുത്ത കാര്യം, ദൈവം എനിക്ക് എന്തായിരിക്കുന്നു. എത്ര എണ്ണം ഉണ്ട്? കുഞ്ഞുങ്ങളൊന്ന് എണ്ണി നോക്കി, കുഞ്ഞുങ്ങളും വലിയവരും എല്ലാം ഒന്ന് എണ്ണി നോക്കി. 9 ഉണ്ട്, 7 തോന്നും നമുക്ക്, 8 എന്ന് ചിലർ പറയുന്നു. അപ്പോ ഏതായിരുന്നാലും 7-നും 9-നും ഇടയ്ക്ക് എത്ര നമ്പർ ആയിരുന്നാലും 9. 9 എണ്ണം ഈ ദാവീദിന് ദൈവം എന്തായിരിക്കുന്നു എന്നുള്ള പേരുകളാണ്. അവിടെ ഓരോന്ന് പറയുമ്പോൾ എന്റെ 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 എന്ന് പറഞ്ഞാൽ ദൈവം ദാവീദിൻ്റെത് മാത്രമാണ് എന്നുള്ള ധ്വനി നമുക്ക് പക്ഷേ ഇത് വായിക്കുമ്പോൾ തോന്നിയേക്കാം. അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് പറയാൻ ദാവീദിന് ഒരു മടിയുമില്ല. സങ്കീർത്തനത്തിൽ ഉടനീളം ഈ പദപ്രയോഗങ്ങൾ ഉണ്ട്. പല സങ്കീർത്തനങ്ങളിലും 1, 2, 3 ഒക്കെ ഇങ്ങനെ ഒരു സങ്കീർത്തനത്തിൽ കണ്ടെന്നിരിക്കാം. എന്നാൽ ഈ 8, 9 ഈ പേരുകൾ ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരേ ഒരു സങ്കീർത്തനം ഈ 18-ാം സങ്കീർത്തനം. ഇത്രയും പേരുകൾ ദൈവം എന്റെ എന്തായിരിക്കുന്നു, ആരായിരിക്കുന്നു. ദൈവങ്ങളെ, നമ്മൾ ഈ പദപ്രയോഗങ്ങൾ മുഴുവനും ചേർത്ത് പഠിക്കുന്നതായ സന്ദർഭത്തിൽ അത് ഓരോന്നും നമ്മൾ പഠിക്കേണ്ടതും ആവശ്യമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇതിന്റെ എല്ലാം അർത്ഥങ്ങൾ, പാറ എന്തായിരിക്കുന്നു, കോട്ട എന്തായിരിക്കുന്നു, ശൈലം, പാറ 2 പ്രാവശ്യം അവിടെ പറയുന്നുണ്ട്. അതിൽ 2-നും 2 ഉപയോഗമാണ്. പരിച, കൊമ്പ്, ഇതെല്ലാം എന്തായിരിക്കുന്നു എന്നുള്ളത്, ഇതെല്ലാം എന്റെ കർത്താവിൽ ഇതെല്ലാം ഉണ്ട്. അവൻ എന്റെ എല്ലാമാകുന്നു. അവൻ എന്റെ ബലമാണെങ്കിൽ ആ ബലത്തിലാണ് ഞാൻ ഈ ഫൈറ്റ് മുഴുവനും ചെയ്തത് എന്നുള്ളതാണ് അത് ദാവീദ് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം.
അപ്പം ഇങ്ങനെയുള്ള ഈ ദാവീദ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ അന്ധകാരത്തിന്റെ ദിനങ്ങൾ കണ്ടേക്കാം. കുഞ്ഞുങ്ങൾക്ക് ചില വിഷയങ്ങളൊക്കെ വലിയ ഹാർഡായിട്ടൊക്കെ തോന്നി അവരുടെ പഠനത്തിൽ ഡാർക്ക്നെസ് അനുഭവപ്പെട്ടെന്ന് വന്നേക്കാം. ചില കുടുംബങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ മാരേജ് ലൈഫ് വലിയ അന്ധകാരത്തിൽ കൂടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ. ജോലി സ്ഥലത്ത് നാം അനുഭവിക്കുന്ന ചില ഹാർഡ്ഷിപ്പ്, ഇരുളിന്റെ ഒരനുഭവത്തിൽ കൂടെ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. നമ്മുടെ ജീവിതയാത്രയിൽ പല നിലയിലുള്ളതായ സാഹചര്യത്തിൽ കൂടെ ഒരുപക്ഷെ നാം കടന്നുപോയാൽ അവിടെ പറഞ്ഞിരിക്കുന്ന അങ്ങനെ അന്ധകാരം വന്നാലും ആരാ എന്റെ ദീപത്തെ കത്തിക്കുന്നത്? യഹോവ എന്റെ ദീപത്തെ കത്തിക്കും. പ്രൈസ് ഗോഡ്. എന്റെ അന്ധകാരത്തെ അവൻ പ്രകാശമാക്കും. ദൈവമക്കളെ, നമ്മളിപ്പോൾ ജീവിക്കുന്നത് അന്ധകാരം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ്. ഡാർക്ക് ഡേയ്സ്, വി ആർ ഫേസിങ് ഡാർക്ക്നെസ്. പക്ഷേ ദൈവമക്കൾക്ക് മാത്രമാണ് അല്പമെങ്കിലും വെളിച്ചം ഉണ്ടെങ്കിൽ ഉള്ളത്. അത് നമ്മുടെ ദീപത്തെ ദൈവം കത്തിച്ചു തരുന്നത് കൊണ്ട് മാത്രമാണ്. നമ്മൾ പാർക്കുന്ന ഈ ദേശങ്ങളിലുള്ളതായ ജനം നല്ല വെളിച്ചത്തിലാണ് നടക്കുന്നതെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഇറ്റ് ഈസ് ട്രൂ. ഇപ്പോൾ ഈ LED ലൈറ്റ് ഉണ്ട്, ഭയങ്കര വെട്ടം, പിന്നെ സൂര്യന്റെ പ്രകാശമുള്ള വിളക്കുകൾ, ഇതെല്ലാം കത്തിച്ചിങ്ങനെ ഇരിക്കുക. പക്ഷേ രാത്രിയിൽ ഉറക്കമില്ല. ഈ വെളിച്ചത്തിന്റെ എല്ലാം എന്നെ ഒന്ന് ഇരുട്ടിലേക്കൊന്ന് മാറ്റണമേ, എനിക്ക് മനുഷ്യനെ കാണണ്ട എന്നുള്ള അവസ്ഥയിലോട്ടൊക്കെ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിൽ നമുക്ക് ആ അന്ധകാരത്തിൽ നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ ദീപത്തെ കത്തിക്കുന്നത്, നമുക്ക് പ്രകാശം പകർന്നു തരുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ്. നമ്മള് മിസ്രൈമിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ കൂരിരുട്ട് ഒരു ന്യായവിധിയായിട്ട് അവിടെ നടത്തിയതായ സന്ദർഭത്തിൽ ഇസ്രായേലിനെ അത് ബാധിച്ചു. അവിടെ മാത്രം നല്ല വിളിച്ചു. തന്റെ ജനത്തെ എന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന ആ വലിയ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവമക്കളെ. എന്നിട്ടാണ് നിന്നാൽ ഞാൻ കടക്കൂട്ടുന്നതിനെ ഭാഗ്യം ചെയ്യും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. എല്ലാം ദൈവം നൽകിയ ശക്തി, ദൈവം നൽകിയ ആലോചന, ഈ യുദ്ധത്തിന്റെ സാമർഥ്യം, ഇത് മുഴുവനും ദൈവത്താൽ ഇവയെല്ലാം സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവങ്ങളെ, ആ നിലയിൽ ചിന്തിച്ചു പോയാൽ ഇവിടെ നിൽക്കത്തില്ല. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഈ വർഷം നമ്മുടെ ദീപത്തെ കത്തിച്ച് നിലനിർത്തി അത് കെട്ടുപോകാതെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. അവനിൽ നമുക്ക് ആശ്രയിക്കാം.